പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 183, 184, 185, 187 എന്നീ ആയത്തുകളാണ് പരിശുദ്ധമായ റമളാൻ മാസത്തെയും റമളാനിൽ അവതീർണമായ വിശുദ്ധമായ ഖുർആനിനെയും നോമ്പിന്റെ ചൈതന്യത്തെയും നോമ്പ് ഏതൊക്കെ രീതിയിലാണ് അത് പിടിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ 186 ആയത്ത് പ്രത്യക്ഷത്തിൽ മറ്റൊരു കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ അടിവരയിട്ടുകൊണ്ട് 186 ആയത്തിലൂടെ പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നാണ്. എന്തുകൊണ്ടാണ് നോമ്പിന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അല്ലാഹു തആല അവൻ നമ്മോടൊപ്പം ഏറ്റവും സമീപസ്ഥനാണ് എന്ന് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് നാം ഒന്ന് പഠന വിധേയമാക്കിയാൽ നോമ്പുകാരന് അല്ലാഹു തആല കൊടുക്കുന്ന 2 സന്തോഷങ്ങൾ, ഒന്ന് വൈകാരികമായി നാം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, അതിനപ്പുറത്ത് ഏറ്റവും പ്രധാനമായ ഒരു സന്തോഷം ഇൻദ ലിഖാഇല്ലാഹി തആല അല്ലാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത് എല്ലാ ഇബാദത്തുകൾക്കും പ്രതിഫലം വിശദീകരിക്കണം, എന്നാൽ നോമ്പ് വഅന അജ്സി ബിഹി അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. നമുക്കറിയാം എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു തന്നെയാണ് പ്രതിഫലം തരിക. പക്ഷെ നോമ്പ് എടുത്തു പറഞ്ഞതിലൂടെ വളരെ പ്രതിഫലം ഏറെയുള്ളതാണ് നോമ്പ് എന്നും മറ്റൊരു റിവായത്തിൽ വഅന ഉജ്സ ബിഹി അല്ലാഹുവിനെ തന്നെ നമുക്ക് തരും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നോമ്പിന്റെ വിഷയങ്ങൾ പറയുന്നതിനിടയിൽ അല്ലാഹു നമ്മുടെ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞതിലൂടെ നോമ്പിന്റെ ഏറ്റവും കാതലായ ഭാഗം അല്ലാഹുവിനെ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും.